ഡിസ്ക് ബൾജ് ഉള്ള ആളുകൾക്ക് വേണ്ടിയുള്ള വീഡിയോ സീരീസിന്റെ മൂന്നാമത്തെ എപ്പിസോഡാണത്. ഈ ഡിസ്ക് ബൾജ് എന്ന് കേൾക്കുമ്പോൾ എല്ലാവരും വിചാരിക്കുക അത് ഈ നടുവിന്റെ ഭാഗം അല്ലെങ്കിൽ ഇടുപ്പിന്റെ ഭാഗത്ത് മാത്രം ഉണ്ടാവുന്ന ഒന്നാണ്. എന്നാൽ ഡിസ്ക് ബൾജ് നമ്മുടെ നടുവിൽ മാത്രമല്ല നമ്മുടെ കഴുത്തിലും അത് ഉണ്ടാവാം. അത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്, അത് എങ്ങനെ തിരിച്ചറിയാം, ഈ കാര്യങ്ങളെല്ലാം ഈ വീഡിയോയിൽ പറഞ്ഞു തരാം. നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ നട്ടെല്ല്, അതായത് സ്പൈൻ എന്ന് പറയുന്നത് ഒരു എല്ലല്ല, മറിച്ച് ഇങ്ങനെ ചെറിയ എല്ലുകൾ ഒന്നിന്റെ മുകളിൽ അടുക്കി വെച്ചിട്ടുള്ള ഒരു നീണ്ട ശൃംഖലയാണ്. ഇത് നമ്മൾ തിരിയുമ്പോഴും കുമ്പിടുമ്പോഴും എല്ലാം തന്നെ നമ്മളെ നട്ടലിന് ഫ്രീ ആയിട്ട് ഇതിന്റെ മുകളിൽ ഗ്ലൈഡ് ചെയ്യാനും ഇതിനൊരു കുഷനിങ് എഫക്ട് കൊടുക്കുന്ന ഒരു സ്ട്രക്ചറാണ്. രണ്ട് എല്ലിന്റെ ഇടയിലുള്ള ഡിസ്കിന് ചുറ്റും നല്ല സ്ട്രോങ് ആയിട്ടുള്ള ലിഗമെന്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ്. നമ്മുടെ നെഞ്ചിന്റെ ഭാഗത്ത് ഈ വാരിയലുള്ളത് കൊണ്ട് തന്നെ ഈ നെഞ്ചിന്റെ ഭാഗത്ത്, അതായത് തൊറാസിക് ഏരിയയിലുള്ള ഡിസ്ക് ഒന്നും ഇങ്ങനെ പ്രൊലാപ്സ് പോലെ വരില്ല. മറിച്ച് നമ്മളെ കഴുത്തിലും ഈ ഇടുപ്പിലും വരുന്ന ഈ രണ്ട് സൈഡിലാണ് ഇത് വരുന്നത്. അതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ ഈ നട്ടില് ഇത് തന്നെയാണ് നിൽക്കുന്നത്. ഇതിന് ചുറ്റുമുള്ള മസിൽസ് അനുസരിച്ചിരിക്കും ഇതിന്റെ പൊസിഷൻ. അപ്പോൾ ഓരോ മസിലിന്റെ നീർക്കെട്ട് വരുമ്പോഴും അതിന്റെ ഇംബാലൻസ് കൊണ്ടാണ് ഈ നട്ടില് ഓരോ ഭാഗത്തേക്കും തിരിഞ്ഞും ആ ഭാഗത്തേക്ക് ഫിക്സ് ആവും ചെയ്യുന്നത്. അതുകൊണ്ടാണ് അത് ഡിസ്കിൽ കംപ്രസ് ചെയ്തിട്ട് ഡിസ്ക് പുറത്തേക്ക് വന്ന് ഈ നെർവിനെ കംപ്രസ് ചെയ്യുന്നത്. ഡിസ്ക് പ്രൊലാപ്സിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ എല്ലാ സംശയങ്ങളും കമന്റ് ചെയ്യൂ. അതെല്ലാം നമ്മൾ വരുന്ന വീഡിയോസിലെല്ലാം കവർ ചെയ്യുന്നുണ്ടാവും. ഇടുപ്പിൽ നിന്ന് താഴെ ഇറങ്ങുന്ന എല്ലാ വേദനയും സയാറ്റിക് പെയിൻ അല്ല എന്നുള്ളൊരു കാര്യം പലർക്കും അറിയില്ല. അതുകൊണ്ട് സയാറ്റിക് പെയിൻ എന്ന് തോന്നിക്കാവുന്ന ബാക്കിയുള്ള കണ്ടീഷൻ ഏതൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ ഞാൻ അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം. അത് കാണാൻ ഈ അക്കൗണ്ട് എന്തായാലും ഫോളോ ചെയ്തോളൂ. അതുപോലെ ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യൂ.